സർ ജെയിംസ് യങ് സിംപ്സൺ 1811 സ്കോട്ട്ലൻഡിൽ ജനനം. ഒരു ബേക്കറി തൊഴിലാളിയുടെ 8ാമത്തെ പുത്രൻ. ചെറുപ്പം മുതലേ പഠനത്തിൽ മിടുക്കനായിരുന്നു സിംപ്സൺ. അവന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് മാതാപിതാക്കൾ അവനെ പ്രോത്സാഹിപ്പിച്ചു. 14 വയസ്സുള്ളപ്പോൾ എഡിൻബറോ സർവകലാശാലയിൽ സിംപ്സൺ പ്രവേശനം നേടി. 20 തികയുന്നതിനു മുമ്പേ റോയൽ കോളേജ് ഓഫ് സർജൻസിന്റെ അംഗത്വം അവനെ തേടിയെത്തി. പക്ഷേ തീരെ ചെറുപ്പമായതുകൊണ്ട് പ്രാക്ടീസ് ആരംഭിക്കാൻ സാധിച്ചില്ല. അതിനാൽ പാത്തോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ അസിസ്റ്റന്റായി സേവനം ആരംഭിച്ചു. അവന്റെ ജോലിയിലുള്ള മികവ് കണ്ട് അദ്ദേഹത്തെ ഒബ്സ്റ്റട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി. അന്നത്തെ കാലത്ത് മെഡിക്കൽ സയൻസിൽ അവഗണിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ഒബ്സ്റ്റട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. സിസേറിയനോടനുബന്ധിച്ച് സ്ത്രീകൾ നേരിടുന്ന വേദനയായിരുന്നു അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തിയ വിഷയം. ഈ വേദന കുറയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ ഉള്ള പരിഹാരത്തിനായി ആ യുവ ഡോക്ടർ തന്റെ ഗവേഷണങ്ങൾ ആരംഭിച്ചു. അങ്ങനെ 1847 അദ്ദേഹം ക്ലോറോഫോം കണ്ടുപിടിച്ചു. തന്റെ സഹപ്രവർത്തകരിലായിരുന്നു അദ്ദേഹം ആദ്യം ക്ലോറോഫോം പരീക്ഷിച്ചത്. പരീക്ഷണം വിജയമായപ്പോൾ കൂടുതൽ ആത്മവിശ്വാസമായി. വിക്ടോറിയ രാജ്ഞിയുടെ പ്രസവ സമയത്ത് അദ്ദേഹം ക്ലോറോഫോം ഉപയോഗിച്ചു. വേദന ഇല്ലാതാക്കാനായതിനാൽ രാജകുടുംബാംഗങ്ങൾ സന്തുഷ്ടരായി. അങ്ങനെ ക്ലോറോഫോമിന് രാജകീയ അംഗീകാരം ലഭിച്ചു. മെഡിക്കൽ സയൻസ് ഇരു കൈയും നീട്ടി ക്ലോറോഫോമിനെ സ്വീകരിച്ചു. ഒരു കൊച്ചു തുടക്കമാണ് പിന്നീട് പടർന്ന് പന്തലിച്ച് വലിയ ആശയങ്ങളിലേക്ക് എത്തുന്നത്. പുതിയ ചിന്തകൾ, പുതിയ ആശയങ്ങൾ സാമൂഹ്യ നന്മയ്ക്കായുള്ള വലിയ വഴിത്തിരിവുകളെ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ശുഭദിനം.